ഹലോ, അസ്സാം വലൈക്കും. എന്തൊക്കെ എല്ലാവരുടെ വിശേഷം? സത്യം പറഞ്ഞാൽ എന്ത് വീഡിയോ ഇടണമെന്ന് അറിയില്ല. സ്റ്റഡി വ്ളോഗായിട്ടല്ലേ മുന്നോട്ട് പോയിരുന്നത്. സ്റ്റഡി വ്ളോഗ് ചെയ്യാനുള്ള ടൈം ആയിട്ടില്ല. ഞാനിപ്പോൾ പഠിത്തത്തിൻ്റെ എത്തണുള്ളൂ. ജസ്റ്റ് ഒരു അപ്ഡേറ്റും പിന്നെ ഞാൻ റൂം ക്ലീൻ ചെയ്യണ ഇങ്ങനെ എടുത്തു. കാരണം പിന്നെ എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നുണ്ട്, എൻ്റെ ഒരു വല്ലത്തെ കഷ്ടപ്പാട് നമുക്ക് നിങ്ങൾക്ക് ജസ്റ്റ് ഈ ഒരു വീഡിയോ കണ്ടാൽ മനസ്സിലാവും. ഞാൻ ഒന്ന് വെയ്യാണ്ടായ മുതലുള്ള ബുക്സ് അവിടെ ഉണ്ട്. നീറ്റിന് കൊടുത്ത ആപ്ലിക്കേഷൻ ഫോംസും എല്ലാം ഉണ്ട്. ഞാൻ നീറ്റിന് പാസ്പോർട്ട് വെച്ചിട്ട് രജിസ്റ്റർ ചെയ്തിരുന്നു. അതുവരെ അങ്ങനെ കിടക്കുന്നുണ്ട്. അത്രയും ഇമ്പോർട്ടൻ്റ് രേഖകൾ, മീൻസ് ആധാർ കാർഡ് ആയാലും എല്ലാം അങ്ങനെ വാരി വലിച്ചിട്ടൊക്കെയായിരുന്നു. കാരണം എനിക്ക് എൻ്റെ ഒരു സാധനം വേറൊരാൾ തൊട്ടുന്നത് ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ തന്നെ നേരാക്കും എന്നുള്ളൊരു വാശിയിൽ അവിടെ വെച്ചേക്കുക. ഷോർട്ട് നോട്ട് അവിടെ, കളർ പെൻ അവിടെ, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് കുറേ ദിവസമായി കിടക്കണം. നമുക്കിങ്ങനെ നേരാക്കാൻ വേണ്ടി ഇങ്ങനെ മനസ്സ് കൊടുക്കുമ്പോൾ അപ്പോൾ പിന്നെ സങ്കടം വരും. ഇത്രയും ഞാൻ പഠിച്ചിട്ട് എവിടെ എത്തിയില്ലല്ലോ എന്നുള്ളൊരു തോന്നൽ വരും. അപ്പോൾ അവിടെ വെക്കും. അങ്ങനെ ഒരു 2-3 ദിവസം കൊണ്ട് ഇങ്ങനെ ക്ലീൻ ചെയ്തെടുത്താണ്. കാരണം ഒരുപാടുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാലോ, നമ്മൾ എക്സാം കഴിഞ്ഞാൽ തന്നെ ഒരുപാട് ബുക്ക് ഉണ്ടാവും. അതിലൂടെ ഷോർട്ട് നോട്ട് അവിടെ ഇവിടെ എല്ലാം അങ്ങനെ വാരി വലിച്ചിട്ടൊക്കെയായിരുന്നു. പൊതുവേ ഞാൻ ഒരു ബുക്ക് എടുത്ത് വെച്ച് അങ്ങനെ മാറ്റി വെക്കലുണ്ട്. പിന്നെ ലാസ്റ്റ് സമയത്ത് കുറേയൊക്കെ ബുക്ക് ഞാനല്ലാണ്ട് വേറെ ആൾക്കാർ എനിക്ക് ഹെൽപ്പിന് വേണ്ടി കൊടുന്ന് തന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വാരി വലിച്ചിട്ടാണ് കിടക്കുന്നുണ്ടായിരുന്നു. ബുക്സൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചാൽ തന്നെ ഒന്ന് പഠിക്കാനുള്ളൊരു ത്വര വരും. ആ ത്വര വന്നാൽ പിന്നെ അങ്ങനെ ഒരു ഫ്ലോയിൽ പോയിക്കോളും. ഇത് ഒരു മൂഡ് വരണൊക്കെ ഇട്ടില്ല. മടിച്ച് പറഞ്ഞാൽ ഇപ്പം എന്നേക്കാൾ മടിച്ച് വേറെ ആരും ഉണ്ടാവില്ല തോന്നുന്നു. അങ്ങനെ മടി പിടിച്ചിരിക്കുക. പഠിക്കാനും വയ്യ. ഇപ്പോൾ ബയോളജി ഞാൻ ചാലഞ്ച് വെച്ചിട്ട് 2 ദിവസം ഒന്ന് ബ്രേക്ക് എടുത്തു. ബാക്കിയുള്ള ദിവസമൊക്കെ ഞാൻ കണ്ടിന്യൂ ചെയ്തു. അൽഹംദുലില്ലാഹ് ഒരു ജൂൺ 30 എൻ്റെ കംപ്ലീറ്റ് ആയിട്ട് ഒരു റൗണ്ട്. ഞാൻ കുറേയൊക്കെ അപ്ഡേറ്റ് ചെയ്തിരുന്നു. പിന്നെ ഞാൻ അങ്ങനെ വിട്ടു. വെയ്യാണ്ടായപ്പോൾ അങ്ങനെ നിർത്തി. ഞാൻ എന്നിട്ട് പേഴ്സണലി ചോദിച്ചവർക്ക് ടൈം ടേബിൾ ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ ബുക്സിൻ്റെ അവസ്ഥ പറയുന്നത്. നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടാൽ തന്നെ അറിയാം, എല്ലാം വാരി വലിച്ചിട്ട് കിടക്കണം. അപ്പോൾ കുറച്ച് ബുക്ക് ഞാൻ സൈഡിൽ വെച്ചതും കൂടി ഞാൻ ഇതൊക്കെ കൂട്ടി. കാരണം കുറേ ബുക്സ് കളയാനുള്ളതുണ്ടായിരുന്നു. കളയാൻ മീൻസ് ആർക്കെങ്കിലും ഞാൻ യൂസ് ചെയ്യാത്ത ബുക്കുണ്ട്. അപ്പോൾ ആവശ്യമുള്ളതുണ്ടെങ്കിൽ കൊടുക്കാന്നുള്ള രീതിക്ക് നമുക്കൊരു ഡിസംബർ ജനുവരി വരെയൊക്കെ മെറ്റീരിയൽ പിന്നെ നമുക്ക് ചെയ്ത ബുക്ക് തന്നെ ചെയ്താലല്ലോ നമുക്ക് അത്രയും ക്വസ്റ്റ്യൻസ് ഓർമ്മ. കുറേ ബുക്സ് ഉണ്ടായിട്ട് ഒരു റിവിഷൻ്റെ ടൈമിൽ, അതായത് ഫെബ്രുവരി ആ ഒരു മാസം, അതായത് ആ ലാസ്റ്റ് 3 മന്ത് പീക്ക് സമയത്ത് നമുക്കില്ലേ ഏതൊക്കെ മെറ്റീരിയലൊക്കെ അതേ നമ്മൾ സത്യം പറഞ്ഞാൽ മനസ്സിൽ ഓർമ്മയിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ കുറേ ബുക്ക് വാരി വലിച്ച് പഠിച്ചുകൊണ്ട് ഒരു കാര്യമില്ല. ഞാൻ പെന്നൊക്കെ വെക്കുന്ന സ്റ്റാൻഡ് ഉണ്ട്. എനിക്ക് എങ്ങനെ വെച്ചാൽ എനിക്ക് എന്തെങ്കിലും ഇപ്പം ഇതിൽ ഞാൻ എല്ലാം വെക്കും. അതായത് എനിക്ക് ഞാൻ പഠിക്കാൻ വേണ്ടി ഇരുന്നാൽ പിന്നെ ഞാൻ നീക്കാൻ പാടില്ല. അതിന് എല്ലാ സാധനങ്ങളും ഒട്ടുമിക്ക എല്ലാ സാധനങ്ങളും പഠിത്തത്തിന് ആവശ്യമുള്ള എല്ലാം ഈ ഒരു ബോക്സിലുണ്ടാവും കേട്ടോ. അപ്പോൾ കുറേ പേര് ഞാൻ ഏത് കളർ പെന്നെ യൂസ് ചെയ്യുന്നത് വെച്ചിരുന്നു. അപ്പോൾ ഞാൻ വെറുതെ പറയുന്നതല്ല, ഞാൻ ഫ്ലെയറിൻ്റെ ഒരു പെന്നെ യൂസ് ചെയ്യല്. ഇപ്പോൾ 2-3 തൊട്ടായി ഇത് വാങ്ങും. ഞാൻ സ്റ്റോറിൽ നിന്നാണ് വാങ്ങൽ. ഓൺലൈനിൽ എനിക്ക് തോന്നുന്നു റേറ്റ് കൂടുതലാണ്. ഒരു പെന്നിന് 10 രൂപ എന്തോ ഉള്ളൂ. പക്ഷേ ഓൺലൈനിൽ നല്ല റേറ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ബുക്ക് സ്റ്റോറിലൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ എല്ലാം കളർ പെന്ന് കുറേ മഷി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ മാറ്റി വെച്ചു. പിന്നെ ഷാർപ്പനർ ആയാലും ഇറേസർ ആയാലും പെൻസിൽ, പെന്ന്, അപ്പോൾ കുറേ ഞാൻ അങ്ങനെ റീസ്റ്റോക്ക് ചെയ്ത് വെക്കും. പിന്നെ നിങ്ങൾ വിചാരിക്കും ഈ പെണ്ണെന്ത് പ്രാന്താണോ വിചാരിക്കും. പ്രാന്ത് പറഞ്ഞാൽ നമുക്ക് സത്യം പറഞ്ഞ ഒരു തരം പ്രാന്തായി വരും. നീറ്റ് തുടങ്ങിയവർക്ക് അറിയാം, പ്രിപ്പറേഷൻ തുടങ്ങിയവർക്ക്. അപ്പോൾ ഞാൻ ഇതുവരെ എഴുതിയ പേന, അതായത് റിപ്പീറ്റിൻ്റെ ജേണിയിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോഴുള്ള പേന മൊത്തം ഇതിലിരിക്കുന്നുണ്ട്. കാരണം എനിക്ക് കളയാൻ തോന്നില്ല. ഞാൻ അത്രയും കഷ്ടപ്പെട്ടിട്ട് മഷി കഴിഞ്ഞ പേനയാണ്. അപ്പോൾ അത് അവിടെ ഇരിക്കട്ടെ എന്നുള്ള രീതിയിൽ ഞാനങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചില സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ട് കോൺഫിഡൻസൊക്കെ ഡ്രെയിൻ ചെയ്യുന്ന സമയം വരും. അപ്പോഴൊക്കെ നമുക്ക് യൂസ്ഫുൾ ആവും. ഇത്രയും നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇത്രയും പേനായിട്ടുള്ള ഹാർഡ് വർക്ക് നമ്മളെ കയ്യിലുണ്ട് എന്നുള്ളൊരു തോട്ട് വരും. പിന്നെ അടുത്തത് അങ്ങനെ പെന്നൊക്കെ ഞാൻ അടിപൊളിയാക്കി റെഡിയാക്കി വെച്ചു. ഞാൻ അങ്ങനെ പെന്നും ബുക്സൊക്കെ റെഡിയായി. പിന്നെ ഒരു അടുത്ത് നമ്മൾ എയിം പറയുന്നത് NCERT ടെക്സ്റ്റ് ബുക്ക് ആയിരിക്കുമല്ലോ. അതിൻ്റെ അത്ര ഇമ്പോർട്ടൻസ് വേറെ ഒന്നിനുമില്ല. അപ്പോൾ എവിടേക്കേ കിടക്കണമെന്ന് അറിയില്ല. എൻ്റെ ഒരു രണ്ട് ടെക്സ്റ്റ് വീതം എല്ലാ സബ്ജക്റ്റും ഉണ്ടായിരുന്നു. കാരണം പുതിയതുണ്ടായിരുന്നു, പഴയതുണ്ടായിരുന്നു. പഴയതിലെ കുറേ പേജസ് ചീന്തിയിട്ട് പുതിയതിലെല്ലാതും ഇല്ല. അപ്പോൾ പഴയതിലെ കുറച്ച് ചീന്തിയിട്ടൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യൽ. ഇപ്പോൾ ഇനോർഗാനിക്കിൻ്റെയൊക്കെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ. പിന്നെ ബയോളജിയുടെ കേസ് പറയുമ്പോൾ അതിനും അങ്ങനെ 2 സെറ്റ് ഉണ്ടായിരുന്നു. ലാസ്റ്റ് ഇയറിലുണ്ടായിരുന്നു, ഇയറിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പുതിയത് മാക്സിമം യൂസ് ചെയ്യും. എന്നിട്ട് അതിലില്ലാത്തത് പഴയത്തെ പേജൊക്കെ ചീന്തിയിട്ടൊക്കെ യൂസ് ചെയ്തിരുന്നു. പിന്നെ ബയോ പറഞ്ഞ സബ്ജക്റ്റ് നമ്മളെപ്പോഴും വായിക്കണമല്ല. അപ്പോൾ കയ്യിലിങ്ങനെ ഒരു ഹെവി ബുക്ക് ഇങ്ങനെ ഞാൻ പൊതുവേ നടന്നിട്ടാണ് വായിക്കുക. അപ്പോൾ അങ്ങനെ പഠിക്കേണ്ട വിചാരിച്ചിട്ട് അങ്ങനെ ചാപ്റ്റർ വൈസ് ഇങ്ങനെ കീറി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒരു ഫയലിലാക്കി. ഇതൊക്കെ ഞാൻ ക്വസ്റ്റ്യൻസ് ചെയ്തതാണ്. കാണുമ്പോൾ സത്യം പറഞ്ഞാൽ സങ്കടം വരുന്നുണ്ട്.
ഇനി ഒരു യുദ്ധം, ഇങ്ങനെ ക്വസ്റ്റ്യൻസ്, അങ്ങനെ ഒരു ലൈഫായിട്ട് ഇനിയും പോകണ്ടേന്ന് ആലോചിക്കുമ്പോൾ പക്ഷെ ഇൻഷാ അല്ലാഹ് വാങ്ങിയെടുത്തേ പറ്റുള്ളൂ. ആ ഒരു വാശിയപ്പോൾ ഇപ്പോൾ വീഡിയോയിൽ ഞാൻ ആ ഒരു ഷീറ്റ്, അതായത് എൻ സി ആർ ടിയുടെ പേജ് അവിടെ ഇവിടെയൊക്കെയാണ് കിടക്കുന്നത്. അതായത് ഞാനിങ്ങനെ ചീന്തി വെക്കുകയും ചെയ്തു. ചീന്തിയിട്ട് നല്ല സേഫായിട്ട് സ്റ്റാപ്പിലൊക്കെ ചെയ്തിട്ട് വെച്ചിരിക്കും. പക്ഷെ എന്നാലും അവിടെ ഇവിടെയൊക്കെ ആകുമ്പോൾ മിസ്സാവാൻ ചാൻസ് കൂടുതലാണ്. ഇങ്ങനെ ടെക്സ്റ്റ് ബൾക്കായിട്ട് ഇരിക്കണേക്കെ ഇങ്ങനെ ചാപ്റ്റർ വൈസ് ഇങ്ങനെ കീറിയെടുക്കുമ്പോൾ പഠിക്കാൻ സുഖം, കുറച്ചേ പഠിക്കാനുള്ളൂ വിചാരിച്ച് നമ്മളിങ്ങനെ പഠിച്ചു പോകും. പിന്നെ നടന്ന് വായിക്കുമ്പോഴൊക്കെ നമുക്ക് അത്ര ഹെവി ആയിട്ട് ഒന്നും ഏറ്റി നടക്കേണ്ട ആവശ്യം വരില്ല. അപ്പോൾ അങ്ങനെ ബുക്സൊക്കെ മാറ്റി വെച്ചു. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, പിന്നെ ബയോളജിയുടെ ജസ്റ്റ് ഫയലും. ബയോളജി ഞാൻ ഈ കീറാത്തൊരു പോർഷൻ, അതായത് ഒരു സെറ്റ് ബുക്ക് ഉണ്ടായിരുന്നു കേട്ടോ. കാരണം എപ്പോഴും കീറിയാൽ എങ്ങനെ മിസ്സായാലോ എന്ന് വിചാരിച്ചിട്ട് ഒരു ബുക്ക് കീറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതും അങ്ങനെ ഇരിക്കുന്നുണ്ട്. ചില ബുക്സൊക്കെ തുറന്നു നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വേറെ പേന വെച്ചിട്ട്, കാരണം ചിലപ്പോൾ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ അടച്ചു വെച്ച ബുക്സ് ആവുന്നുണ്ട്. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങനെ കുറേ പെന്നോ കിട്ടി. കുറേ പെന്ന് മഷി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. വിചാരിച്ചു ഇനി കൊല്ലത്തോടെ കഴിയുമല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ ആ ഒരു പെന്നിൻ്റെ ബോക്സിൽ നിന്ന് ഇങ്ങനെ ഇട്ട് വെച്ചിരിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ആദ്യം എൻ സി ആർ ടി ബുക്കൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചു. അപ്പോൾ തന്നെ ഒരു നമുക്ക് നേടിയെടുക്കണം, ഒരു വാശി വന്നു ഇടുന്നൊക്കെ, അവരെ പഠിക്കാൻ വയ്യാന്നുള്ള മടിച്ചായിട്ടിരിക്കുകയായിരുന്നു. പിന്നെ കുറേ പേര് എന്നോട് അപ്ഡേറ്റ് ചെയ്യാൻ പറഞ്ഞു ഞാൻ എന്താ ഇപ്പോൾ എവിടെ ചേർന്നോ നോക്കുള്ളത്. ഞാൻ അൽഹംദുലില്ലാ ബ്രില്യനിൽ അഡ്മിഷൻ എടുത്തു. ക്ലാസ് ഞാൻ ജൂൺ 20 ഒരു ബാച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു പ്ലാനിലായിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ചു കുറച്ചും കൂടി ബ്രേക്ക് എടുക്കുക, കാരണം തുടങ്ങിക്കഴിഞ്ഞാൽ ഈ എക്സാം, ബുക്സ്, എൻ സി ആർ ടി, ക്വസ്റ്റ്യൻസ്, അങ്ങനെ ഒരു ലൈഫായിരിക്കും. അപ്പോൾ കുറച്ചൊന്ന് ബ്രേക്ക് എടുത്തിട്ട്, അതായത് അടുത്ത മാസത്തോടെ, അതായത് ഈ ജൂൺ കഴിഞ്ഞിട്ട് ജൂലൈ കൊടുക്കുന്ന സ്റ്റാർട്ട് ചെയ്യാന്നുള്ളൊരു പ്ലാനിലായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ജൂണിൽ ലാസ്റ്റ് കൊടുക്കുന്ന അഡ്മിഷൻ എടുത്തു. പക്ഷേ ഇനി ബാച്ച് ജൂലൈ 8-നാണുള്ളൂ. പക്ഷേ ആപ്പൊക്കെ റെഡി ആയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്ലാസ്സൊക്കെ കാണാം. ശരിക്കും ഒഫീഷ്യലായിട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക അടുത്ത ബാച്ചിൻ്റെ ജൂലൈ 8-ന്. അപ്പോൾ അതിനാണ് ഞാൻ ജോയിൻ ആയിട്ടുള്ളത്. പിന്നെ കുറേ പേര് ഫീസിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ചിരുന്നു. അവിടെ പലർക്കും പല ഫീസാണ്. കുറേ പേർക്ക് സ്കോളർഷിപ്പ് ഉണ്ടാവാണ്ടിരിക്കും. അപ്പോൾ ജസ്റ്റ് അവരെ കോൺടാക്റ്റ് ചെയ്യായിരിക്കും നല്ലത്. ഞാൻ ഇപ്പോൾ ചെയ്ത പേജസ് ആയാലും ഒന്നും ഞാൻ കളയലില്ല. ഞാൻ യൂസ് ചെയ്ത സാധനങ്ങളൊന്നും ഞാൻ അങ്ങനെ കളയലില്ല. അതായത് ഇപ്പോൾ റിപ്പീറ്റിൻ്റെ ലൈഫിൽ ഞാൻ യൂസ് ചെയ്ത പെന്ന്, ഞാൻ എടുത്ത ന്യൂസ് പേപ്പർ പ്രിൻറ്റിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്ത പേപ്പറില്ല, അതും കൂടി കളയില്ല. ഉമ്മ ചിലപ്പോൾ കത്തിക്കാൻ തരുമോ എന്നൊക്കെ ചോദിക്കും. വെറുതെ കളിയാക്കി ചോദിക്കായിരിക്കും. അപ്പോഴും ഞാൻ പിന്നെ ഞാൻ അത്രയും കഷ്ടപ്പെട്ട് ഇപ്പോൾ കത്തിക്കാൻ തരിക എന്നുള്ളൊരു ഫീലാണ് എനിക്കുണ്ടാവല്. അപ്പോൾ പിന്നെയും ഞാൻ ആ ഫയലിൻ്റെ അടുത്ത് നോക്കിയിട്ട് എല്ലാം തുല്യം നോക്കിയത്. കാരണം ഒന്ന് മിസ്സായാൽ പോയതാണ്. കാരണം എൻ സി ആർ ടിയുടെ ഓരോ പേജ് പറഞ്ഞാൽ അത്രയും വാല്യുബിളാണ്. വെറുതെ ഇനിയൊരു പേജ് ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അത്രയും പൈസ മുടക്കി വാങ്ങണ്ടേ. ശരിക്കും ഒരു സെറ്റ് കളർ പെന്ന്, ഒരു 2-3 നോട്ട്ബുക്ക്, കുറച്ച് A4 ഷീറ്റ്, പിന്നെ എൻ സി ആർ ടിയുടെ ബുക്കും ഒരു 2-3 മെറ്റീരിയലും ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഓൺലൈനിൽ പഠിക്കാൻ പറ്റും. ഡിസ്ട്രാക്ഷൻസ് ഒരുപാട് വരും, ഒരുപാട്. പിന്നെ ആൾക്കാരുണ്ടാവുമല്ലോ ചുറ്റും, എല്ലാവർക്കും ഉണ്ടാവും അങ്ങനെ കുറച്ച് പേര്. അത് നമുക്ക് എങ്ങനെ നോക്കിയാലും അത് മാത്രം നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ചുമരിൽ ഞാനിങ്ങനെ എത്ര വട്ടം റിവൈസ് ചെയ്തു, ഏതൊക്കെ മെറ്റീരിയൽ ചെയ്തു എന്നറിയാൻ വേണ്ടി ലാസ്റ്റ് നിമിഷം ഉണ്ടാക്കി വെച്ചാൽ അത്. അതിന് മുന്നത്തേക്ക് ഞാൻ ഏകദേശം ഫില്ല് ചെയ്തിട്ട് പഠിച്ചിട്ട് ക്ലിയർ ചെയ്ത് പോയിരുന്നു. അപ്പോൾ ഞാനതൊക്കെ കീറി. കാരണം എനിക്ക് തന്നെ ഒരു സങ്കടം വരെ കാണുമ്പോൾ. പിന്നെ ഞാൻ പഠിക്കണോട് നോക്കിയ ഈ ഒരു ഇതാണ് കാണുക. ജസ്റ്റ് ഞാൻ എൻ്റെ ഒരു കോട്ടും സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സിലുണ്ടായില്ല. എന്നാലും നമ്മൾ കുന്നോളം ആഗ്രഹിച്ചോളാം കുന്നിക്കുരുവോളം കിട്ടുക എന്ന് പറയില്ല. അങ്ങനെ ജസ്റ്റ് എയിംസ് എന്നുള്ളൊരു വേർഡ് കാണുമ്പോൾ എവിടേക്കോ അവിടെ എത്തിപ്പെടണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് അങ്ങനെ എഴുതി വെച്ചിട്ട് അത് ഞാൻ വാതിലിൻ്റെ ബാക്കിൽ ഒട്ടിച്ച്. കാരണം എനിക്ക് പേടി, ആൾക്കാർ കണ്ടാൽ കളിയാക്കും, അവിടെ എത്തിയില്ല എന്നുണ്ടെങ്കിൽ കളിയാക്കും എന്നുള്ളൊരു പേടിയായിരുന്നു. പിന്നെ ഞാൻ ഷോർട്ട് നോട്ടിൻ്റെ നോട്ട്ബുക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഷോർട്ട് നോട്ടിൻ്റെ നോട്ട്ബുക്ക് കിട്ടി. പിന്നെ ഇഷ്ടം പോലെ ടൈം ടേബിൾ എഴുതിയ പീസസ് ഉണ്ടായിരുന്നു. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാനല്ലേ ഒരു ടൈം ടേബിൾ എഴുതും, അത് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല. ചിലപ്പോൾ ഒരു സബ്ജക്റ്റ് ആയിരിക്കും കംപ്ലീറ്റ് ആക്കാൻ പറ്റാണ്ടിരിക്കുക. എന്നാലും ഞാൻ പിന്നെയും ആ ഒരു ടൈം ടേബിൾ പിന്നെയും എഴുതും. അതും പലതരം ശൈലിയിലൊക്കെ എഴുതുക. അത്രയും ഡിസൈനൊക്കെ കൊടുത്തിട്ട് ടൈം ടേബിൾ ഉണ്ടാക്കുന്ന ഒരാളാണ് ഞാൻ. പിന്നെ എൻ്റെ നോട്ട്സ്, ഞാനധികം A4-ലാണ് നോട്ട്സ് ഉണ്ടാക്കി എഴുതൽ. അതാകുമ്പോൾ നമുക്ക് വൃത്തിക്ക് കളർ പെന്നോട്ടൊക്കെ ഇതാക്കി എഴുതാൻ പറ്റും. പിന്നെ ഇപ്പോൾ നോട്ട്ബുക്കിൽ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഒരു പേജിൽ നമ്മളിപ്പോൾ ആബ്സെൻ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ A4-ലാകുമ്പോൾ എനിക്കൊന്നും കൂടി കൺവീനിയൻ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ 2 കൊല്ലമായിട്ടും അങ്ങനെ തന്നെ ചെയ്യൽ. അപ്പം എൻ്റെ കയ്യിൽ ഒരുപാട് നോട്ട്സ് ഉണ്ട്. അതായത് ഞാനിപ്പോൾ റിപ്പീറ്റ് ചെയ്യാമെന്ന് വെച്ചാലും ഞാൻ ഒരു സബ്ജക്റ്റ് പോലും നോട്ട് എഴുതാണ്ടിരുന്നിട്ടില്ല. മാക്സിമം എല്ലാ സബ്ജക്റ്റും ഞാൻ പിന്നെയും നോട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ 1, 2, 3 നോട്ട് വെച്ചൊക്കെ ചില ചാപ്റ്റേഴ്സിന് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഞാൻ കുറേയൊക്കെ കളഞ്ഞു. കാരണം പിന്നെ അത് ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ അവിടെ ഇവിടെയൊക്കെ എഴുതിയിട്ട് ആ നോട്ട്സ് തന്നെ എങ്ങനെയെങ്കിലും യൂസ് ചെയ്യാൻ നോക്കും. അപ്പോൾ ഞാൻ മാക്സിമം കളയാൻ പറ്റുന്നതൊക്കെ കളഞ്ഞു.
ഞാൻ ഈ ഒരു കൊല്ലം പുതിയതായിട്ട് ഉണ്ടാക്കുക എന്നുള്ളൊരു പ്ലാനിൽ. പിന്നെ കുറേ ഷോർട്ട് നോട്ടും കളഞ്ഞു. എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ട കുറച്ച് ഷോർട്ട് നോട്ട് ഉണ്ടാവില്ല, അത് മാത്രമേ ഞാൻ കയ്യിൽ വെച്ചുള്ളൂ. ബാക്കിയൊക്കെ ഞാൻ ഏകദേശം കളഞ്ഞു. അങ്ങനെ ഷോർട്ട് നോട്ടും നോട്ട്സൊക്കെ ഞാൻ വേറെ ഫയലിലാക്കി. ആദ്യം NCERT ബുക്സൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചു. പിന്നെ ഞാൻ കുറേ ഫയലിലാക്കിയിട്ട് ഫിസിക്സ് വേറെ, കെമിസ്ട്രി വേറെ, ഓർഗാനിക് വേറെ, ഇനോർഗാനിക് വേറെ, പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന കുറച്ച് ഷോർട്ട് നോട്ടും മാത്രം മാറ്റി വെച്ചു. അതാകുമ്പോൾ എനിക്ക് എടുക്കാൻ യൂസ്ഫുള്ളായി. ഇപ്പോഴും ഞാൻ ഫയലിലാക്കിയിട്ട് തന്നെ കേട്ടോ വെക്കൽ. പിന്നെ 2-3 റൈറ്റിംഗ് പാഡും. പിന്നെ ഇത് കാണുകയാണ് നിങ്ങൾ, അത്രയും കഷ്ടപ്പെട്ട് എനിക്ക് ഫീൽ ചെയ്യുന്ന കുറച്ച് സംഭവങ്ങളാണിത്. അതായത് ഞാൻ അത്രയും ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ വർക്കൗട്ട് ചെയ്തൊന്നും കളയലില്ല. ഇവരൊക്കെ വിചാരിക്കും എനിക്ക് പ്രാന്താണ് ഇതൊക്കെ എടുത്തു വെക്കാനെന്ന്. പക്ഷേ എടുത്തു വെക്കാൻ പറഞ്ഞാൽ ചില സമയത്ത് നമ്മൾ അത്രയും സെൽഫ് കോൺഫിഡൻസ് ഇല്ലാത്തൊരവസ്ഥ വരും. നമ്മൾ കഷ്ടപ്പെടാത്തതുകൊണ്ട് കിട്ടിയതാണോ എന്നുള്ളൊരു തോന്നൽ വരും. പക്ഷേ ഈ ഒരു പെട്ടി മൊത്തമല്ലേ ഞാൻ ചെയ്ത നോട്ട്സ് അല്ലെ ക്വസ്റ്റ്യൻസിൻ്റെയൊക്കെ പേജസാണ്. ഇനിയിപ്പോൾ ചുറ്റുമുള്ളവർ നമ്മളത്ര വർക്ക് ചെയ്തില്ല, ഈ ഇത്രയും കൊല്ലം കളഞ്ഞിൽ വയ്ക്കുമ്പോൾ നമുക്ക് നമ്മുടേതായ ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവും. ഞാൻ അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട്, എനിക്കറിയാൻ ഞാൻ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് മൊത്തം 2 പെട്ടികളും ഏകദേശം ഇതുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും കാലം ഞാൻ സൂക്ഷിച്ച് വെച്ചു. പിന്നെ ഞാൻ ഉമ്മാണ്ട് പറഞ്ഞു കത്തിക്കാൻ വേണമെങ്കിൽ എടുത്തോ, കാരണം ഇനി അത് വെച്ച് എനിക്ക് ചിലപ്പോൾ സങ്കടം വരും. ഇത്രയും കഷ്ടപ്പെട്ടിട്ടും എനിക്ക് എവിടെയും കിട്ടിയില്ലല്ലോ എന്നുള്ളൊരു തോന്നൽ വരും. അപ്പോൾ ഞാൻ ആദ്യം മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ചു. ഇൻഷാ അല്ലാഹ് ഈ ഒരു കൊല്ലം തന്നെ എടുത്ത് വെക്കുക, അടുത്ത കൊല്ലം അടിപൊളി മെമ്മറി ആയിട്ട് ഉണ്ടാവട്ടെ എന്നുള്ളൊരു പ്ലാനിൽ. അപ്പോൾ അതിൻ്റെ താഴെ പിന്നെ എനിക്ക് നോട്ട്സ് കിട്ടുക. അതായത് ഞാൻ അങ്ങനെ ഒന്നും കളയലില്ല. ഞാൻ എന്താണോ നീറ്റിന് ജേണിക്ക് യൂസ് ചെയ്തതൊക്കെ ഞാൻ അങ്ങനെ എടുത്ത് വെക്കും. ഒരു പിന്നെ ഭ്രാന്ത് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്താൽ അറിയാം. നമ്മൾ ഭ്രാന്ത് വരുന്ന ഒരവസ്ഥ ആക്കും ചിലവർ, ചുറ്റുമുള്ളവർ കേട്ടോ. എനിക്കിങ്ങനെ ചോദ്യം നേരിടാത്ത ഒരേ ഒരാൾ പറയാം, എൻ്റെ ഉപ്പ മാത്രം ഇനിയും വേണോ, ഇനിയൊരു നീറ്റ് പ്രിപ്പറേഷൻ വേണോ എന്ന് ചോദിച്ചിട്ടില്ല. ബാക്കിയുള്ളവർ ഉമ്മയൊക്കെ ചില സത്യം പറഞ്ഞാൽ ഇങ്ങനെ അങ്ങനെ കഷ്ടപ്പെടാനായിട്ട് ലൈഫിലൊരു എൻജോയ്മെൻറ്റ് കിട്ടുന്നില്ലല്ലോ. അപ്പോൾ ഇനി വേണമെന്ന് ഉമ്മയുടെ വായിന്ന് വരെ വന്നിട്ടുണ്ട്. പക്ഷെ എൻ്റെ ഉപ്പ ഈ എന്തായാലും എഴുതിയെടുക്കണം, ഈ ഡോക്ടറായിട്ട് കാണണം, ആ ഒരു വാക്കിലാണ്, ആ ഒരു മനുഷ്യൻ്റെ ബലത്തിലാണ് ഞാൻ എന്നും ഇങ്ങനെ പഠിക്കുന്നത്, ഇത്രയും കഷ്ടപ്പെട്ട് പഠിക്കുന്നത്. എനിക്ക് ചില സമയത്ത് നിർത്തി പോകാൻ തോന്നും. പക്ഷെ എന്നാലും ഇല്ല, എനിക്ക് എത്ര കഷ്ടപ്പെട്ടായാലും എൻ്റെ പേര്, അതായത് ഡോക്ടർ അനീഷ സലാം അങ്ങനെ അറിയപ്പെടണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് ഞാൻ. കാരണം അത്രയും ആ മനുഷ്യനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓരോരുത്തരും ഇങ്ങനെ കുത്തുവാക്ക് പറയുമ്പോഴും കല്യാണത്തിൻ്റെ പ്രഷർ വരുമ്പോഴും ഓരോ സ്ഥലത്തു നിന്ന് രക്ഷിച്ച് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ചിറകിൻ്റെ താഴെ സംരക്ഷിക്കാറില്ല, അതേപോലെ എന്നെ കൊണ്ടുപോകണം. എനിക്ക് എന്തെങ്കിലും സങ്കടം ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടെ ഇല്ലെങ്കിൽ പോലും എൻ്റെ കൂടെ ഇങ്ങനെ നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല, എന്നാലും ഞാൻ മാക്സിമം വർക്ക് ചെയ്യാൻ ഞാൻ ഇപ്പോൾ റെഡിയാണ്. അപ്പോൾ നിങ്ങൾ കാണുന്നതൊക്കെ എൻ്റെ ടൈം ടേബിളാണ്. കാരണം അത്രയും വൃത്തിക്ക് ഞാൻ നിങ്ങളുടെ ടൈം ടേബിൾ ഉണ്ടാക്കുക. ഇതൊന്നും അല്ല, അങ്ങനത്തെ ഒരു 10-15 ഉണ്ടാവും. പിന്നെ ലാസ്റ്റിക്കായപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ സമയമില്ലായിട്ട് അങ്ങനെയൊക്കെ ഇരുന്ന് പഠിച്ചിട്ടുണ്ട്. അതുവരെ ഞാൻ ഇപ്പോൾ ഒരു മാർച്ചിന് ഒരു മാസത്തേക്ക് ഒരു ടൈം ടേബിൾ അങ്ങനെ ഉണ്ടാക്കി വെക്കും. പിന്നെ മാർച്ചിൽ ഓരോ വീക്കിനും ഓരോ ടൈം ടേബിൾ ഉണ്ടാക്കി വെക്കും. പിന്നെ ഓരോ ഡേക്ക് വേറെ ടൈം ടേബിൾ ഉണ്ടാക്കി വെക്കും. സത്യം പറഞ്ഞാൽ പ്ലാനിങ് ഉണ്ടെങ്കിൽ നമ്മൾ സ്മൂത്തായിട്ട് പോകും കേട്ടോ. ഇല്ല ഫയലിന് മറ്റേ പെട്ടിയിൽ നിന്ന് ഓരോ ബണ്ടിലെടുക്കുമ്പോഴും എനിക്ക് ഓരോ ഇങ്ങനെ ടൈം ടേബിളായിട്ടും നോട്ട്സായിട്ടും ഒക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറേയൊക്കെ ഞാൻ കളഞ്ഞു. കാരണം ഇത്രയും 2-3 ചാക്ക് പറയാൻ തരത്തിന് കുറേ പേപ്പേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയുണ്ടാവും, എൻ്റെ ഫേവറേറ്റ് ബുക്കാണിത്, എൻ്റെ ടു ഡു ലിസ്റ്റ് എഴുതുന്ന ബുക്ക്. അത്രയും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇതിൽ എഴുതാനൊക്കെ. ഇതിലെഴുതിയിട്ട് ഓരോ ടാർഗറ്റ് അച്ചീവ് ചെയ്യുമ്പോൾ എവിടെ നിന്നൊക്കെ ഒരു സെൽഫ് കോൺഫിഡൻസ് വന്നായിരുന്നു. അപ്പോൾ ഞാൻ ഇപ്പോൾ പുതിയത് വാങ്ങിയിട്ടുണ്ട്. ഇതിൽ കുറച്ചും കൂടി പേജ് ഉണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ യൂസ് ചെയ്യും. ഇപ്പം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇനി ഇതിൽ തന്നെ എഴുതുമ്പോൾ എനിക്കിങ്ങനെ ഫീലിങ്സ് വരണ്ട വിചാരിച്ചിട്ട് ഞാൻ പുതിയത് വാങ്ങിയതാണ്. പക്ഷെ നല്ലൊരു ബുക്കായിരുന്നു കേട്ടോ. ഇനിയും അത്യാവശ്യം പേജസ് ഉണ്ട്. പിന്നെ കുറേ പേര് തന്നെ ബയോളജിക്ക് ഡോക്ടറെല്ലാം യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ കവർ പേജ് കാണിക്കുക വെച്ച് നേരമൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ ഏതായാലും അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് കണ്ടപ്പോൾ ജസ്റ്റ് ഇതിൽ ഷെയർ ചെയ്യുന്നുണ്ട്. ഞാൻ ഈ ഒരു ബുക്ക് യൂസ് ചെയ്യല് ഡോക്ടറിൽ. ഇതിൽ ലൈൻ ബൈ ലൈൻ NCERTയുടെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതിലെ പ്രൈസ് ഇതിൽ കാണിക്കുന്നത് 1050 എന്തോ, പക്ഷേ ഞാൻ എന്തോ ഒരു ഓഫറിൽ 500-700 ആ റേഞ്ചിലാണ് വാങ്ങി വന്നത്. ഒരു 2 ഇയർ മുന്നേ വാങ്ങിയതാണ്. അതുകൊണ്ട് ഇത് എക്സാക്റ്റ് എത്രയെന്ന് അറിയില്ല. പിന്നെ ഞാൻ സൈലത്തിലെ ബുക്സൊക്കെ ഏകദേശം അറേഞ്ച് ചെയ്ത് വെച്ചു. കാരണം വെറുതെ കളയണ്ടല്ലോ, പൈസ കൊടുത്ത് വാങ്ങിയതാണ്. അതിൽ അത്യാവശ്യം ക്വസ്റ്റ്യൻസും ഉണ്ട്, നല്ല ബുക്കായിരുന്നു. അപ്പോൾ അത് യൂസ് ചെയ്യാന്നുള്ള രീതിക്ക് തന്നെ ഞാൻ മോൾക്ക് എടുത്ത് വെച്ചു. അപ്പോൾ ഇൻഷാ അല്ലാഹ് എൻ്റെ ജേർണി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്ക് സ്റ്റഡി വ്ളോഗൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ബ്രില്യനിൽ ക്ലാസ് ജൂലൈ 8-നാണ്. അതിന് മുന്നേ ബേസിക്കിൻ്റെ ക്ലാസ്സൊക്കെ കണ്ടു തീർക്കണം എന്നുള്ളൊരു പ്ലാനിലാണ്. പിന്നെ ഞാൻ UBRൻ്റെ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ലതാട്ടെ, നമുക്ക് ബയോളജി ഒരു 5 റൗണ്ട് സൈക്കിൾ നമ്മൾ അറിയാണ്ട് കിട്ടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.